ഇപ്പം ആർമിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് പരമാവധി ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നാണ് ആർമി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രതികൂലമായ കാലാവസ്ഥയിൽ അവിടെ ഈ സൈന്യത്തിന്റെ ഭടന്മാർ അവർ ഈ പാലം നിർമ്മിക്കുന്ന ജോലി തുടരുകയാണെന്നും അത് പൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് അവിടെ തുടരുന്നത്. ഏതായാലും ആ പാലം പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അങ്ങനെ ആ പാലം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഈ JCB അടക്കമുള്ള യന്ത്രസാമഗ്രികൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അവിടെ ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്, കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്. അതൊക്കെ മാറ്റണമെങ്കിലും അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെടുക്കണമെങ്കിലും ഒക്കെ ഈ ഉപകരണങ്ങൾ അവിടെ എത്തിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ബെയിലി പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ചൂരൽമല ഭാഗത്ത് നാളെ രാവിലെ തന്നെ 6 മണിയോട് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങും. കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എത്തുന്നുണ്ട്. അവർ ഒരുപാട് സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് നാട് വലിയ കൈത്താങ്ങായി വയനാടിനൊപ്പം നിൽക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ, അതിനൊപ്പം തന്നെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ്. പോലീസും ഫയർഫോഴ്സും സൈന്യ വിഭാഗങ്ങളും അതല്ലാതെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നാട് വയനാടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസ്തുത കൂടിയാണ്. പൂജ.